ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം വരികയാണ് ഇന്ന്. ഒന്നാം പ്രതി ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും പുറത്തിറക്കി ഫോർട്ട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ എന്താണ്? വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണോ അവിടെ? കുളങ്ങര ജയിലിൽ നിന്നും ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരല്പനിമിഷത്തിനകം തന്നെ ഈ വൈദ്യ പരിശോധന പൂർത്തിയായി പിന്നീട് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ വലിയ പോലീസ് സന്നാഹമാണ് ഗ്രീഷ്മയെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഫോർട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ കേരളം കാത്തിരുന്ന ഒരു വിധിയാകും വരാൻ പോവുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേരളം മൊത്തത്തിലുള്ളത്. എന്തായാലും ഷാരോൺ വധക്കേസ് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ ഉണ്ട്. അത് എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് കൂടുതൽ വ്യക്തത വരികയാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ വിധി ഉണ്ടാവുക. കേസിൽ വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദത്തെ പലപ്പോഴായി പ്രതിഭാഗം എതിർക്കുന്നുമുണ്ട്. എങ്ങനെ വധശിക്ഷ നൽകാനാകുമെന്ന് ഉള്ള ചോദ്യം പലപ്പോഴായി ചോദിക്കുന്നുമുണ്ട്. കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളുവെന്നുള്ള ഒരു വാദവും ഇത്തരത്തിൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. മുമ്പ് നടന്ന ചില വാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര കോടതിയിലേക്ക് വിധി പ്രസ്താവം കേൾക്കാനായി കൊണ്ടുപോകും. ഇന്നാണ് അന്തിമ ശിക്ഷാവിധി വരുന്നത്. ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ. രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയായിരുന്നു. അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. ഇനിയുള്ളത് മൂന്നാം പ്രതിയാണ്. മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരാണ്. ഇരുവർക്കുമുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കുക. പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്നാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം. പക്ഷേ പ്രതിഭാഗം ചില വാദങ്ങൾ കഴിഞ്ഞ ദിവസം നിരത്തിയിരുന്നു. പ്രതിയുടേതായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചില അഭ്യർത്ഥന കോടതിയോട് നടത്തിയിരുന്നു. പ്രായവും മുൻ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് 11 മണിക്കാണ് വിധി വരിക. ഗോകുൽ, ഈ വൈദ്യപരിശോധന അല്പസമയം എടുക്കുമോ? എത്ര സമയത്തിനകം പൂർത്തിയാകുമായിരിക്കും? അതിനുശേഷം നേരെ കോടതിയിലേക്കാണോ പോകുന്നത്? മോദി, തീർച്ചയായും ഒരല്പസമയത്തിനകം തന്നെ ഈ വൈദ്യ പരിശോധന പൂർത്തിയായി കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 11 മണിയോടെയാണ് വിധി പ്രസ്താവം ഉണ്ടാകുക. അപ്പോൾ അതിന് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ നീക്കം. എന്തായാലും ഈ ഷാരോൺ വധക്കേസ് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നുള്ളതാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. എന്തായാലും ഈ കേരള മനസാക്ഷി ഞെട്ടിച്ച ഈ ഒരു കൊലപാതകത്തിൽ ഇന്ന് എന്തായാലും വിധി പ്രസ്താവം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. ഈ അന്തിമ വിധി കഴിഞ്ഞ ദിവസം അന്തിമ വിധി പ്രസ്താവവും കാര്യങ്ങളുമൊക്കെ കേരളം കണ്ടിരുന്നതാണ്. എന്തായാലും അതിലാണ് ഇപ്പോൾ ഒരു വിധി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്, അന്തിമ വിധി ഉണ്ടാകുന്നത്. കേസിലെ ഒന്നാം പ്രതിയാണ് നിലവിൽ ഗ്രീഷ്മ. എന്തായാലും ഗ്രീഷ്മ ഈ കോടതിയിൽ പരമാവധി ശിക്ഷ ഉണ്ടാകരുതെന്നുള്ള വാദങ്ങളൊക്കെയാണ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. 24 വയസ്സ് മാത്രമാണ് ഉള്ളത്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇത്തരത്തിൽ തെളിവായിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തെളിവുകളില്ല എന്നുള്ളതും, അതേപോലെ തന്നെ ഷാരോൺ തന്നെ മാനസികമായും ശാരീരികമായും ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ കൈവശം സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നുള്ളതായിരുന്നു ആദ്യം മുതലേ ഇത്തരത്തിൽ അന്വേഷണ സംഘവുമായി സഹകരിച്ച സമയത്ത് ഗ്രീഷ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും പഠിക്കണമെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നും ഉള്ളതായിരുന്നു ഗ്രീഷ്മ അന്ന് കോടതിയോട് പറഞ്ഞത്. എന്തായാലും ഇതിലൊക്കെ കോടതിയുടെ തീരുമാനം ഇന്ന് അറിയാം. എന്തായാലും ഇനിയും പഠിക്കാനായി അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം ഗ്രീഷ്മയ്ക്ക് ഒരുങ്ങുമോ, അതോ ഗ്രീഷ്മ ചെയ്ത കുറ്റങ്ങൾ ഗ്രീഷ്മ മനസ്സിലാക്കുമോ തുടങ്ങി. എന്തായാലും ഇപ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് യാതൊരുവിധ ലാഞ്ചനകളും ഇല്ല എന്നുള്ളതാണ്. ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായ ബോധ്യം പ്രതിക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്തരത്തിലാണ് ഇന്ന് ഈ വിധി പ്രസ്താവം കേൾക്കാൻ പോകുമ്പോഴും ഗ്രീഷ്മയുടെ മുഖഭാവത്തിലുള്ളത്. എന്തായാലും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ആ വാദമാണ് ഇന്നിപ്പോൾ കോടതിക്ക് കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരി എന്ന് വിധിച്ച ദിവസവും കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ ദിവസവും പൊട്ടിക്കരയുകയും മറ്റും ചെയ്തിരുന്നു എങ്കിൽ പോലും എത്രത്തോളം പശ്ചാത്താപമുണ്ട് എന്നൊന്നും അറിയില്ല. ഏതായാലും അഭിഭാഷകൻ പറയുന്നത് മാനസാന്തരപ്പെടാനുള്ള മാനസികാവസ്ഥയിലാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷ ഇളവ് നൽകണമെന്നാണ്. ഞാൻ ഗോകുലിലേക്ക് തിരികെ വരാം. ഇപ്പോൾ അമൽ തേനമ്പറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, 11 മണിക്കാണല്ലോ കോടതിയിൽ ഈ കേസ് പരിഗണിച്ച് വിധി പ്രസ്താവം നടത്തുന്നത്. ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്.
മോത്തി വൈദ്യപരിശോധന അധികം നീളില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ അവിടെ നിന്നും ഗ്രീഷ്മയെ നെയ്യാറ്റിൻകരയിലെ കോടതിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം കോടതി നടപടികൾ 11 മണിയോടുകൂടി ആരംഭിക്കുകയാണ്. എന്താകും ശിക്ഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന്റെ വാദം നടന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒന്നുമാകാതെ തീർന്നു പോകേണ്ടിയിരുന്ന ഒരു കേസാണ്. അതിനുശേഷം പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും കൃത്യമായി തന്നെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനാൽ തന്നെ പരമാവധി ശിക്ഷയില്ല എങ്കിൽ കൂടി ജീവപര്യന്തമെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരും പങ്കുവയ്ക്കുന്നത്. ജീവപര്യന്തം നൽകരുത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഈ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ്, വിദ്യാർത്ഥിനിയാണ്, ബിരുദാനന്തര ബിരുദധാരിയാണ്, തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകണം. ഒരാളെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നയിക്കുന്നതല്ല നമ്മുടെ ഒരു നിയമവ്യവസ്ഥിതി. അതിനാൽ തന്നെ അവർക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ ഒരു അവസരം ഒരുക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത്. ആ വാദമൊക്കെ കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 11 മണിയോടെ എന്തായാലും തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ദിവസത്തേതുപോലെ ഇനി ഇവർക്ക് ഇവരുടെ വാദങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനോ കോടതി നിൽക്കില്ല. കോടതി നടപടികൾ 11 മണിക്ക് ആരംഭിച്ചാൽ വേഗത്തിൽ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് വിധി എന്താണ് എന്ന് അറിയാൻ കഴിയും. രണ്ടുപേരുടെ വിധി പ്രസ്താവമാണ് വരേണ്ടത്. ഈ കേസിൽ ആകെ ഉണ്ടായിരുന്നത് 3 പ്രതികളാണ്. അതിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ, കൃത്യം നിർവഹിച്ചയാൾ. രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവനുണ്ട്, നിർമ്മലകുമാരൻ. ഈ തെളിവ് നശിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് നിർമ്മലകുമാരനാണ്. അതോടൊപ്പം തന്നെ മൂന്നാം പ്രതി കേസിലെ ഗ്രീഷ്മയുടെ അമ്മയാണ്. ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി ആ മൂന്നാം പ്രതിയെ വെറുതെ വിട്ടു. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നുമാണ് ഈ ഏറ്റവും അവസാനത്തെ വാദം നടന്ന ഇവർ കുറ്റക്കാരാണോ എന്നുള്ള കാര്യം കോടതി വിധിക്കുന്ന ദിവസം ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും കോടതിയിലേക്ക് എത്തിയത് വീട്ടിൽ നിന്നുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഗ്രീഷ്മയെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയി. നിർമ്മലകുമാരൻ നായരെയും ജയിലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഈ ശനിയാഴ്ച ഈ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. അന്നും ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും ഇവിടേക്ക് കോടതിയിലേക്ക് എത്തിയിരുന്നു. ഗ്രീഷ്മയെ ജയിലിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പൂജപ്പുരയിലെ ജയിലിലാണ് നിർമ്മലകുമാരൻ നായരുള്ളത്. ആ നിർമ്മലകുമാരൻ നായരെയും അധികം വൈകാതെ തന്നെ കോടതിയിലേക്ക് എത്തിക്കും. രണ്ടുപേരും വിധി കേൾക്കും. എന്താണ് വിധി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരിയാണ് എന്ന് വിധിച്ച ദിവസം നിർവികാരിയായാണ് കോടതിയിൽ നിന്നും വിധി കേട്ടതെങ്കിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗ്രീഷ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ, ചെയ്തു പോയത് തെറ്റായി പോയോ എന്ന് പലവട്ടം ഞാൻ ചോദിച്ചു. പക്ഷേ അപ്പോൾ കരഞ്ഞുകൊണ്ട് വാഹനത്തിലേക്ക് കയറുകയാണ് ഗ്രീഷ്മ ചെയ്തത്. പ്രതികരിക്കാൻ തയ്യാറായില്ല. ഈ കേസിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളോട് പ്രതികരിച്ച ഒരാളാണ് ഗ്രീഷ്മ. ഒരു വാർത്ത വരുന്നു, ഒരു യുവാവ് നെയ്യാറ്റിൻകരയിൽ മരണപ്പെട്ടു. അത് ഭക്ഷ്യവിഷബാധയേറ്റ ആണ് എന്നുള്ളൊരു വിവരമാണ് നമ്മുടെ ക്യാമറമാനായ അജിത് മാധവൻ നമ്മളോട് വന്ന് പറയുന്നത്. അതിലെന്തോ ദുരൂഹതയുണ്ട്, കുടുംബത്തിനെന്തോ സംശയമുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ആ വാർത്ത ഒന്ന് നോക്കണം എന്നുള്ള കാര്യമാണ് അജിത് മാധവൻ അറിയിക്കുന്നത്. അതിൻ്റെ പിന്നാലെ നമ്മൾ നെയ്യാറ്റിൻകരയിൽ ഷാരോണിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഷാരോണിൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാണ്, ഞങ്ങൾക്ക് കൃത്യമായി തന്നെയുള്ള തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പാറശാല പോലീസാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാൻ തയ്യാറാകുന്നില്ല, ഞങ്ങളുടെ പരാതി കേൾക്കാൻ തയ്യാറാകുന്നില്ല, കേസെടുക്കാൻ തയ്യാറാകുന്നില്ല, അസ്വാഭാവിക മരണത്തിന് പോലും കേസെടുത്തില്ല എന്നുള്ളതാണ് ആ കുടുംബം പറഞ്ഞത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു. അപ്പോൾ പാറശാല പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇത് സാധാരണ ഒരു മരണം മാത്രമാണ്, അതിൽ അസ്വാഭാവികതയില്ല എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അതിനുശേഷം പുറത്തേക്ക് വിടാൻ കഴിഞ്ഞ ചില മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. ആ മെഡിക്കൽ റിപ്പോർട്ടിലെ ബിൽറൂബിൻ കണ്ടന്റിന്റെ അളവ് വ്യത്യാസമടക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വാർത്ത നൽകുന്നു. പിന്നീട് ചില ഓഡിയോ സന്ദേശങ്ങളും അതോടൊപ്പം ഈ ജ്യൂസ് ചലഞ്ചിൻ്റെതായ വീഡിയോയും പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ക്രൈംബ്രാഞ്ചിലേക്ക് ഞാൻ തിരികെ വരാം. അമൽ, ദയവായി തുടരൂ. നമുക്ക് ഗോകുൽനാഥ് ഫോർട്ട് ആശുപത്രിയിൽ നിന്നും ചേരുന്നുണ്ട്. ഇപ്പോൾ ഗോകുൽ, വൈദ്യപരിശോധന പുരോഗമിക്കുകയാണോ അതോ കഴിഞ്ഞോ? ഒരു 10 മിനിറ്റിനകം ഇത് പൂർത്തിയാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 11 മണിക്കാണല്ലോ വിധി പ്രസ്താവം. അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും അറിയാൻ സാധിക്കുന്ന ഒരു 10 മിനിറ്റ് മാത്രമാണ് എടുക്കുക. എന്തായാലും ഈ വിധി പ്രസ്താവം വരുമ്പോൾ അമൽ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ്. ആദ്യം ഇത് ഒരു സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഫുഡ് പോയിസൺ എന്നുള്ള ഒരു വിധത്തിൽ ഒതുങ്ങേണ്ട ഒരു കേസാണ് ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പിന്നീട് ആ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. പാറശാല പോലീസ് കൃത്യമായി FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യം ഇത് കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലേക്ക് പോവുകയും ഇതൊരു ഫുഡ് പോയിസൺ അല്ല മറിച്ച് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തുന്നത്. എന്തായാലും അത് കുടുംബം പലപ്പോഴായി ഇത് അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ മാറി മറിഞ്ഞ ഒരു കേസ് തന്നെയാണ് ഷാരോണിൻ്റെ. ഇതിപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇറങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ നെയ്യാറ്റിൻകരയിലേക്കാകും പോവുക. വിധി പ്രസ്താവം കേൾക്കുവാൻ വേണ്ടി കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 11 മണിയോടെയാണ് ഈ വിധി ഉണ്ടാവുക. അപ്പോൾ
എത്തുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. എന്തായാലും ആശുപത്രിക്ക് പുറത്ത് ജനങ്ങൾ വലിയ രീതിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ഗ്രീഷ്മ എത്തിയെന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഗ്രീഷ്മയുടെ മുഖത്ത് ഇപ്പോഴും യാതൊരുവിധ ലാഞ്ചനങ്ങളും ഇല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു വിധിപ്രസ്താവം ഉണ്ടാകുമ്പോൾ ആ വിധിപ്രസ്താവം കേട്ടുകൊണ്ട് ഒരിക്കലെങ്കിലും താൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഇനി മാറി ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതൊരു കറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറേണ്ടതുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇതുവരെയും യാതൊരുവിധ ലാഞ്ചനങ്ങളും ആ ചെയ്ത തെറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഗ്രീഷ്മ ചിരിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിലേക്ക് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും പോലീസുകാരോട് സഹകരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഇപ്പോഴും ചെയ്ത കുറ്റത്തിൽ യാതൊരുവിധ സങ്കടമോ അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റാണെന്നോ പോലും തിരിച്ചറിയാനുള്ള സ്വബോധമുണ്ടെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും താൻ ചെയ്തത് ശരി എന്നുള്ള തരത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കേസ് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്താണ് പ്രതിയുടെ മാനസികാവസ്ഥ എന്ന് നമുക്കറിയില്ല. തെളിവെടുപ്പിനായി വേളിയിലും മറ്റും കൊണ്ടുപോകുന്ന സമയത്തും പോലീസുകാരോട് ഇരുന്ന ബെഞ്ചൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തും വല്ലാത്തൊരു മുഖഭാവത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഗ്രീഷ്മയെ അന്ന് മാധ്യമങ്ങളും ഒപ്പം പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷവും എന്താണ് മാനസാന്തരപ്പെട്ടോ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിൽ കൂടി കോടതി ഇന്ന് അതിലൊക്കെ ഒരു അവസാനം കണ്ടെത്തുകയാണ്. ഒരു വിധി പ്രസ്താവിക്കുകയാണ് 11 മണിക്ക്.